ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു റീൽ എടുക്കാനായിട്ട് മജാസ് പാർക്കിൽ പോയിരുന്നേ. മജാസ് പാർക്കിൽ പോയി റീലൊക്കെ എടുത്ത് പയ്യെ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് സമിതി ചേച്ചി പറഞ്ഞത് നമ്മുടെ ഷാർജയിൽ മാക്സിൽ ഒയാസിസ് മാളിൽ എന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഒന്നും നോക്കില്ല, വേഗം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ്. സംഭവം ഓഫർ അല്ലായിരുന്നു, ക്ലിയറൻസ് സെയിലായിരുന്നു. അവിടെ പോവും പറയാം എന്താ സംഭവം. പിന്നെ ഞങ്ങളുടെ ഒപ്പം ഈ 3 കുട്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ പിള്ളേരും പുറത്ത് നിർത്തിയപ്പോ മനസ്സിലായി കുട്ടികൾ അകത്ത് കിടത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, പിള്ളേരെ അവരുടെ അച്ഛന്മാർ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കയറി കേട്ടോ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതെന്താ, അത് മാക്സിന്റെ തന്നെയാണോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. സംഭവം നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ഇട്ട് കുന്നുകൂടി വിൽക്കില്ലേ, അത് തന്നെ നമ്മൾ തപ്പി പിടിച്ചു വേണം എടുക്കാനായിട്ട്. അങ്ങനെ സമിതി ചേച്ചി പണി തുടങ്ങി. എനിക്ക് കണ്ടപ്പോ തന്നെ ബോധക്കേട് വന്നു, ഇതിന്ന് എങ്ങനെ തരും. പക്ഷെ അവിടെ ഞങ്ങൾ പോയ സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും തിരക്ക് കൂടി വരെയായിരുന്നേ. കണ്ടോ, കുറേ പാത്രങ്ങൾ അങ്ങനെയൊക്കെ മിക്സ് ആയിട്ടാണ് അവർ വെച്ചേക്കണത്. ചെരുപ്പിൻ്റെ ഇടയിൽ ഡ്രസ്സ് ഉണ്ടാവും, ഡ്രസ്സിൻ്റെ ഇടയിൽ ബാഗ് ഉണ്ടാവും, ബാഗിൻ്റെ ഇടയിൽ അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ പല വിധത്തിൽ വെച്ചേക്കാം. പിന്നെ ഓരോ ടൈം കഴിയുമ്പോഴും അവർ കുന്നുകൂടി പിന്നെയും ഇട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സമിതി ചേച്ചിക്ക് ഒരു ചെരുപ്പ് കിട്ടിയായിരുന്നേ. സമിതി ചേച്ചി കുറേ നേരം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ തല്ലായി, കാരണം അത്രയ്ക്കും തിരക്കായല്ലോ. അങ്ങനെ സമിതി ചേച്ചിക്ക് ഒരു ചെരുപ്പ് കിട്ടിയിരിക്കുന്നു, മാക്സിന്റെ. അങ്ങനെ തപ്പി പിടിച്ചാണെങ്കിലും പയ്യെ ഞാനും സമിതിച്ചും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. ഞാൻ കുറച്ച് ചെരുപ്പ് എടുത്തു, പിന്നെ 2 ടീഷർട്ട് എടുത്തു, ചേച്ചിയും അങ്ങനെ എടുത്തു. പിന്നെ മിക്കതിനും പ്രൈസ് 10 ദിർഹം 20 ദിർഹം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു എന്റെ കെട്ടിയവൻ. ആളെ ഈ പറഞ്ഞ പോലെ 2-3 ടീഷർട്ട് അങ്ങനെയൊക്കെ നോക്കി എടുത്തായിരുന്നേ. പിന്നെ അവിടെ എല്ലാ കൺട്രീസിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, അതുപോലെ തിരക്കായിരുന്നു. പിന്നെ എവിടെ നോക്കിയാലും മലയാളികൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളും അങ്ങനെ 2-3 തപ്പലൊക്കെ കഴിഞ്ഞ് ബില്ലടിക്കാൻ നിൽക്കായിരുന്നേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലിയറൻസ് സെയിൽ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ മാക്സ് ഉണ്ടായിരുന്നേ. ജാനിക്കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ആ ഷൂ ഇല്ലേ, ആ പിങ്ക് കളർ, അത് നമ്മൾ എടുത്തതാണ് കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കായിരുന്നേ. എത്രയായി? പാവങ്ങൾ ഉറങ്ങിക്കിടന്നിരുന്ന മനുഷ്യന്മാരാണ്, അവരെ വിളിച്ചു വരുത്തി ഞങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുവന്നാണ്. പിന്നെ അധികം നേരം നമ്മൾ അവിടെ നിർത്തിയില്ല, വേഗം വിട്ടോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഫ്ലോർമാർ കണ്ടത്. എന്തായാലും വന്നതല്ലേ, ഇവിടെയും കൂടി കയറാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കയറിയായിരുന്നേ. ഞാൻ ഇവരുടെ മിക്കതും എൻ്റെ കുറേ പ്രൊഡക്റ്റ് ഉണ്ട് ഇവരുടെ, കാരണം എൻ്റെ ബ്രദർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ബഹറിലുള്ള ആൾ. അപ്പോൾ എനിക്ക് ചേട്ടൻ അവിടെ നിന്ന് പിന്നെ ഇവിടെ ഓഫർ ഉള്ള കാരണം നമ്മൾ കയറി നോക്കിയായിരുന്നു. കണ്ടോ, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. നല്ലൊരു ബ്രാൻഡ് കൂടി ആയത് കാരണം നല്ല പ്രൊഡക്റ്റാണ്. അരുൺചാൻ സന്തോഷമായി. എൻ്റെ കിട്ടിയാൽ പിന്നെ അകത്തേക്ക് കിടന്നില്ല, കിടന്നാൽ പെടും എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പുറത്തന്നെ നിന്നു. അങ്ങനെ ഭാര്യനെ പഠിച്ചിരിക്കുന്നു. അങ്ങനെ നേരെ ഇരുട്ടായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പൊ ഷാർജയിലുള്ളവരാണെങ്കിൽ ജസ്റ്റ് വരുമ്പോൾ നോക്കുക, എത്ര ദിവസം എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്യാം. സമയം പിടിച്ചെടുക്കുവാണെങ്കിൽ അടിപൊളി സാധനങ്ങൾ നമുക്ക് കിട്ടൂട്ടാ. എന്തായാലും ഞാൻ എന്തൊക്കെ എടുത്തെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു സ്ട്രേഞ്ചർ തിങ്സിന്റെ ടീഷർട്ട് ഉണ്ട്, അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ വേറൊരു ടീഷർട്ട് കൂടി വാങ്ങിച്ചു. പിന്നെ മാറ്റില്ല അതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പുള്ളിക്കാരൻ്റെ 2-3 ടീഷർട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെരുപ്പ് വാങ്ങിച്ചു. ഇതാണ് കേട്ടോ വേറൊരു ടീഷർട്ട്.
ജാനിക്കുട്ടൻ്റെ ഷൂ ആണിട്ടത്. പിന്നെ എനിക്കൊരു പിങ്ക് ഷൂ കിട്ടിയായിരുന്നു. അത് പിന്നെ എനിക്ക് പിള്ളേരെ സെറ്റിൽ നിന്നാണ് എനിക്ക് മിക്കപ്പോഴും ചെരുപ്പ് കിട്ടാറ്, അങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഈ ഒരു ചപ്പൽ എടുത്തായിരുന്നു, ഏതെങ്കിലും എന്താ പറയുക ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു ബ്ലാക്ക് ഹീൽ ചെരുപ്പും കൂടി വാങ്ങിച്ചു. ഇതൊക്കെ തന്നെയാണോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.